ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മത്തങ്ങയും ചെറുപയറും കൊണ്ടൊരു എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. സദ്യക്കൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ എരിശ്ശേരി. സാധാരണ നമ്മൾ മത്തങ്ങയും വൻപയറും ചേർത്തിട്ടാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത്. എന്നാൽ ഞാനിന്നിവിടെ മത്തങ്ങയും ചെറുപയറും ചേർത്തിട്ടാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മത്തങ്ങയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറുപയറാണ്, അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകവും, ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് താളിക്കുമ്പോൾ വറുത്തിടാനാണ്. ആദ്യമേ നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത പയറാണെങ്കിൽ നിങ്ങൾക്ക് മത്തങ്ങയുടെ കൂടെ തന്നെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുതിർക്കാത്തത് കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി മത്തങ്ങ നമുക്കൊരു ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാം. ഞാൻ മത്തങ്ങ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വിസിലായപ്പോഴേക്കും നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇനി മത്തങ്ങയിലോട്ട് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മത്തങ്ങക്കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാൻ. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.